അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇത് നമ്മളുടെ ഗോപാലേട്ടന്റെ ചായക്കടയാണ്. ഇവിടെ എപ്പോൾ വന്നാലും ഒരു വൈകുന്നേരം ഒരു 6:30 കഴിഞ്ഞ് വന്നിരുന്നാൽ നമുക്ക് ഈ 3 പേരെ ഇവിടെ കാണാൻ പറ്റും. കടയടക്കുന്നവരെ അവർ ഓരോ വിഷയത്തെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഈ 3 പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് ഗോപാലേട്ടൻ, ഈ ചായക്കടയുടെ ഓണർ. സൂര്യന് താഴെയുള്ള എന്തിനെ പറ്റിയും ഗോപാലേട്ടൻ സംസാരിക്കും. ഇത് മജീദ് ക, ആളൊരു പാവമാണ്, ഒരു ശുദ്ധ മനുഷ്യൻ, എപ്പോഴും സംശയങ്ങളാണ്. ഇത് ജോണിച്ചായ, ജോണിക്കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിക്കും. ടെക്നോളജിയെ പറ്റി അധികം അറിവുള്ളത്, കൂടുതൽ സംസാരിക്കാനും ഇഷ്ടമുള്ള ആളാണ് ഇദ്ദേഹം. ജോണിക്കുട്ടി: എടോ മജീദേ, ഗോപാലേട്ടാ, ഇത് കണ്ടോ, ഇറാന്റെ സുപ്രീം ലീഡർ ഖമേനി മരിച്ചതിന് പിന്നാലെ ഭരണം നിയന്ത്രിക്കാൻ 3 പേരുടെ പടം ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ വാട്സപ്പിൽ വന്നതേ ഉള്ളൂ. മജീദ്: ഞാൻ കണ്ടു. ഇപ്പോഴത്തെ ആ അറഫ സുപ്രീം ലീഡർ ആണെങ്കിൽ അത് വെറും താൽക്കാലികമാണ്. ഈ 3 പേരടങ്ങുന്ന കൗൺസിലാണ് അടുത്ത പെർമനന്റ് ലീഡറെ തീരുമാനിക്കുന്നത്. അതായത് ഇറാന്റെ കടിഞ്ഞാൻ ഇനി ഇവരുടെ കയ്യിലാണ്. ഗോപാലൻ: കടിഞ്ഞാൻ ആരുടെ കയ്യിലായാലും അവിടെ കാര്യങ്ങൾ പന്തിയല്ല മജീദേ. ഇസ്രായേൽ ഒരേ സമയം ഇറാനിലും ലെബനനിലും ബോംബിടുകയാണ്. ലെബനന്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിയെന്നാണ് കേൾക്കുന്നത്. ജോണിക്കുട്ടി: അതാണ് അതിശയം. അമേരിക്ക എന്താ ഗോപാലേട്ടാ ഇതിലൊന്നും ഇടപെടാത്തേ? അവർക്ക് ഇറാനിൽ കയറി ഒന്ന് അടിച്ചൂടെ? മജീദ്: എടാ ജോണിക്കുട്ടി, ഇറാൻ എന്ന് പറയുന്നത് വെറും ഒരു ചെറിയ രാജ്യമല്ല. യൂറോപ്പിലെ 10-15 രാജ്യങ്ങളെ ചേർത്ത് വെച്ചാലുള്ള അത്രയും വലിപ്പമുണ്ടായ നാടിന്. അവിടെ പോയി കരയുദ്ധം നടത്താൻ അമേരിക്കക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അവർ ഏരിയൽ അറ്റാക്കും സൈബർ അറ്റാക്കും ഒക്കെ നടത്തി നോക്കും. പിന്നെ ഇസ്രായേൽ ചെയ്യുന്നത് നേർക്കുനേരെയുള്ള യുദ്ധമല്ല, മൊസാദിനെ വിട്ടിട്ടുള്ള പണിയാണ്. മുതുകിൽ കുത്തുന്ന ഏർപ്പാട്, പുറകിൽ നിന്നുള്ള കളിയാണ്. കാരണം ഇതിന്റെ പുറകിൽ വേറെ ഒരുപാട് പേരുടെ ബ്രെയിൻ ഉണ്ട്. ഗോപാലൻ: പക്ഷെ ഇതിനിടയിൽ സൗദി കളി മാറ്റിയിട്ടുണ്ട്. ഇത്രയും കാലം സമാധാനം പറഞ്ഞ സൗദി അറേബ്യ ഇപ്പോൾ പറയുന്നത് ഇറാൻ ഇതിന് മറുപടി പറയണമെന്നാണ്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ജോണിക്കുട്ടി: ഖത്തറിന്റെ കാര്യവും കഷ്ടം തന്നെ. ഇറാൻ വിചാരിക്കാതെ ഖത്തറിന് നേരെ മിസൈൽ വിട്ടു. എന്നിട്ട് ചോദിച്ചപ്പോൾ പറയുന്നത് അവിടെയുള്ള അമേരിക്കക്കാരെയും ഇസ്രായേലുകാരെയും കൊല്ലാനാണെന്ന്. അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് ഖത്തറിനോട് പറയാമായിരുന്നില്ലേ എന്നാണ് അവരുടെ ചോദ്യം. മജീദ്: ഇതിനിടയിലാണ് ഈ ഡോളർ വീഴാൻ പോകുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം ലോകം മുഴുവൻ പടരുമെന്നാണ്. ക്രൂഡ് ഓയിൽ വില 150% വരെ കൂടുമെന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ പെട്രോ ഡോളർ എന്ന അഹങ്കാരം തീരുമെന്നാണ് റഷ്യയും ചൈനയും കരുതുന്നത്. ഗോപാലൻ: അതെന്നാ മജീദ് ഈ പെട്രോ ഡോളർ? മജീദ്: സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പെട്രോളും ഡീസലും വിൽക്കുമ്പോൾ ഡോളർ മാത്രമേ വാങ്ങാവൂ എന്ന് അമേരിക്ക പണ്ടൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകം മുഴുവൻ ഡോളറിന് വില കിട്ടുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് വൻ ചിലവാകും. അവരുടെ ഓഹരി വിപണി തകരും. അപ്പോൾ സൗദിയും ചൈനയും ഒക്കെ പറയും, ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോളർ വേണ്ട, ഞങ്ങളുടെ കറൻസിയിൽ കച്ചവടം നടത്താം എന്ന് പറയുന്നു. ഇതിനെയാണ് ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. ജോണിക്കുട്ടി: അപ്പോൾ നമ്മുടെ ഇന്ത്യയിലോ? ഇവിടെ പെട്രോളിന് വില കൂടുമോ? ഗോപാലൻ: ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ച്, നമ്മുടെ പ്രധാനമന്ത്രി പുറത്തുവിട്ട വിവരം അനുസരിച്ചും ഇന്ത്യയുടെ കയ്യിൽ 25 ദിവസത്തേക്കുള്ള കരുതലുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ വേറെ വഴി നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഉടനെ പേടിക്കാനല്ല. പക്ഷെ യുദ്ധം 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തന്നെ മാറിമറിയും. മജീദ്: അതാണ് സത്യം. റഷ്യയും ചൈനയും മിണ്ടാതിരിക്കുന്നത് അവർക്ക് ഇതിൽ ലാഭമുള്ളത് കൊണ്ടാണ്. അമേരിക്ക യുദ്ധം ചെയ്ത് തകരട്ടെ എന്ന് അവർ കരുതുന്നു. ഇറാനെ മുൻനിർത്തി അവർ കളിക്കുന്നത് വലിയൊരു കളിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ഇറാന്റെ മാത്രം യുദ്ധമല്ല, അമേരിക്കയുടെ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ്. ജോണിക്കുട്ടി: ലോകം എങ്ങോട്ടാണോ പോകുന്നത്? ഏതായാലും ഈ 3 പേർ ചേർന്ന് ഇറാനെ എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഗോപാലൻ: അതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. മജീദേ, ഒരു ചായ കൂടി എടുക്കട്ടെ.